മെഡിക്കൽ സീറ്റ് അലോട്ട്മെന്റ് പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ മൂന്നാം റൗണ്ടിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ റൗണ്ടിലെ ഓരോ തീരുമാനത്തിനും വ്യക്തമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ഈ അധ്യയന വർഷത്തിലെ ഭാവി നിർണ്ണയിക്കും. റൗണ്ട് 3 ഒരു അന്തിമ തീരുമാനം. മൂന്നാം റൗണ്ടിൽ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോട്ട വഴി ഒരു സീറ്റ് ലഭിക്കുകയും നിങ്ങൾ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ അവിടെ MBBS കോഴ്സ് പഠിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. സ്റ്റേറ്റ് കോട്ടയിൽ നിന്ന് ഓൾ ഇന്ത്യ സീറ്റിലേക്കോ തിരിച്ചോ മാറാൻ സാധിക്കില്ല. ഓൾ ഇന്ത്യ വഴി ഒരു സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ കേരളത്തിൽ സീറ്റ് ലഭിച്ചാൽ പോലും നിങ്ങൾക്ക് തിരികെ വരാൻ കഴിയില്ല. TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകാൻ പ്രിൻസിപ്പലിന് അധികാരമുണ്ടാകില്ല. മൂന്നാം റൗണ്ട് അലോട്ട്മെന്റ് നിങ്ങളുടെ അവസാനത്തെ അലോട്ട്മെന്റ് ആയിരിക്കും. സീറ്റ് ലഭിച്ചവർക്ക് നാലാം ഘട്ടമായ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അർഹതയില്ല. മൂന്നാം റൗണ്ടിൽ ഒരു കോളേജ് ലഭിക്കുകയും നിങ്ങൾ MBBS പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കോളേജ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യണം. സീറ്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാതിരുന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വർഷം അലോട്ട്മെന്റ് ലഭിക്കില്ല. നാലാം റൗണ്ടിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ല. MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത വർഷം വീണ്ടും നീറ്റ് പരീക്ഷ എഴുതേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂന്നാം റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ആ അലോട്ട്മെന്റ് അവസാനത്തേതായി കണക്കാക്കും. നാലാം റൗണ്ടിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിയില്ല. മൂന്നാം റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ നാലാം ഘട്ടത്തിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. ഒഴിവുകൾ കുറവുള്ള കോളേജുകൾ: സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ഡൽഹി എയിംസ്, ജിപ്മർ, കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകൾ പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ 90% സീറ്റുകളും നേരത്തെ തന്നെ നികത്തിയിരിക്കും. ഇവയിൽ ഒഴിവുകൾ വരാൻ സാധ്യത കുറവാണ്. മദ്രാസ് മെഡിക്കൽ കോളേജ്, ഓസ്മാനിയ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനത്തിന് പുറത്തുള്ള പ്രശസ്ത കോളേജുകളിലും ഇതേ സ്ഥിതിയാണ്. സ്വാശ്രയ കോളേജുകൾ: ജൂബിലി, അമല, പുഷ്പഗിരി പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള സ്വാശ്രയ കോളേജുകളിലും ഒഴിവുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ വയനാട് മെഡിക്കൽ കോളേജ്, ഇടുക്കി, പാലക്കാട് പോലുള്ള കോളേജുകളിൽ ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എല്ലാ അപേക്ഷകളും അലോട്ട്മെന്റുകളും കരിയറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും കൃത്യസമയത്ത് അറിയാനും മാനേജ് ചെയ്യാനും ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DMലോ 360 എന്ന് ടൈപ്പ് ചെയ്യുക.